അടുത്തതായി നമ്മളൊരു ഇൻസുലിൻ പെൻ എങ്ങനെ വെക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ കാട്രിഡ്ജ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ പ്ലേസ് ചെയ്യും. അതിനുശേഷം പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു നീഡിലിൻ്റെ അടപ്പുണ്ടാവും, അത് ഊരുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് എത്ര യൂണിറ്റാണ് വേണ്ടത്, ഇപ്പോൾ ഒരു 8 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 8 യൂണിറ്റ് ഇതിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ ഏതാണോ നമ്മൾ പ്ലേസ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഷോൾഡർ ആണെങ്കിൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഉള്ളിൽ അമർത്തിയ ശേഷം നമ്മൾ നോബ് ജസ്റ്റ് ഒന്ന് അമർത്തുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യണം. ഈ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മരുന്ന് ഈ ഒരു ശരീരത്തേക്ക് കയറാൻ വേണ്ട ഒരു ചെറിയൊരു ടൈം എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഊരിയെടുക്കാം. യൂസ് ചെയ്യാത്ത പെന്നാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാൽ മതി. മറിച്ച് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെന്നാണെന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, സാധാ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും ഓവർ ഹീറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതെന്തും ഇതിനായിട്ടുള്ള ഒരു ബാഗ് ഉണ്ട്, ഇൻസുലേറ്റഡ് ബാഗ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ആ ബാഗ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം. അതിൻ്റെ ആ ഒരു ബാഗിൽ ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ഇത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ. ഇനി ഇൻസുലിൻ പെൻ എടുക്കണേരിൽ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കണേരിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് എന്ത്, ലിപ്പോഡിസ്ട്രോഫി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അവിടേക്ക് ഒരു തുടിപ്പ് പോലെ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ സൈറ്റിൽ തന്നെ ഇൻസുലിൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക. അപ്പോൾ അത് വരാതിരിക്കാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സൈറ്റുകൾ ഇടക്കിടക്ക് മാറ്റി കൊടുക്കുക. അതായത് ഫസ്റ്റ് ദിവസം നമ്മൾ ഷോൾഡറിലാണ് വെച്ചതെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, തൈസിലാക്കാം, പിന്നെ അബ്ഡോണൽ റീജിയനിലാക്കാം. അങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. താങ്ക്